വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മമ്രയുടെ തോപ്പിൽ ആയിരിക്കുമ്പോൾ യഹോവയായ ദൈവം തനിക്ക് പ്രത്യക്ഷനായി. താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത 3 പേർ തൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. എന്നിട്ട് പറയുക, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലൊന്ന് കഴുകണം, അപ്പം ഭക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ക്ഷണിക്കുവാനിടയായി. കർത്താവ് പറഞ്ഞു, ആമേൻ, അടുത്ത ആണ്ടിൽ ഈ സമയത്ത് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരാൺകുട്ടി ഉണ്ടാകും. അബ്രാമേ, ഈ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ഞാൻ പോകുവല്ല, ഞാൻ വരും. വരുന്നത് എന്തിനെന്നറിയാമോ? ചില നാളുകളായി നീ കേൾക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ, ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം നിന്റെ മേൽ കിടക്കുക. പക്ഷെ ഒരു സന്തതി ഇല്ലാതെയുള്ള നിങ്ങളുടെ നിന്റെ ഭവനത്തിൻ്റെ വേദന, ആമേൻ, അത് എന്നും വേദനയായി നിന്നയായി അവശേഷിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് നീ എന്നെ കൈക്കൊണ്ടെങ്കിൽ, ആമേൻ, നാളുകളായി അടയപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ വാതിൽ ഞാൻ തുറക്കാൻ പോവാണെന്നാണ് ദൈവം പറഞ്ഞത്. പ്രൈസ് അല്ലാഹ്. അറിയാതെയെങ്കിലും ദൂതന്മാരെ സൽക്കരിച്ചപ്പോൾ നാളുകളായി അടയപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ വാതിൽ അന്നവിടെ ആ ഡോർ ഓപ്പണായി. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, ദൈവനാമത്തിനു വേണ്ടി നിന്റെ ഭവനം നീ തുറക്കുമ്പോൾ, യേശുവിനെ നിന്റെ ഹൃദയം നീ ഓപ്പണാക്കുമ്പോൾ, നാളുകളായി ആമേൻ അടയപ്പെട്ട ചില നന്മയുടെ വഴികളെ ദൈവം തുറക്കും. നാളുകളായി അടയപ്പെട്ട് കിടക്കുന്ന ചില വാഗ്ദത്തത്തിൻ്റെ വഴികളെ ദൈവം അങ്ങ് തുറക്കും.